ലോസ്കി ബംബ്ലോസ്കി എല്ലാ ബംബ്ലോസ്കി വീട്ടിലേക്ക് സ്വാഗതം കേസ്. അപ്പം കഴിഞ്ഞ വീഡിയോ നമ്മുടെ ഇതിൻ്റെ ഗെയിമിൻ്റെ ഫസ്റ്റ് ലോഞ്ചായിരുന്നു. അപ്പം എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവരൊക്കെ പോയി കാണുക. അപ്പോൾ കിണ്ണം കാച്ചി ഗെയിമാണ്, അതിനകത്ത് ഞാൻ എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ വണ്ടി നമ്മളിതേ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ അന്യ സാധനം കിണ്ണം കാച്ചി കിഡിലോസ്കി ബംബ്ലോസ്കി ചപ്ലോസ്കി സാധനം കേസ്. ഓക്കെ, വേറെ ഒന്നും പറയാനായിട്ടില്ല. അപ്പോൾ കേസ് നമ്മൾ വീട്ടിൽ വെള്ളമില്ല കേസ് വണ്ടി ചെയ്യാനായിട്ട്. നേരെ നമ്മൾ കുളത്തിൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ നിന്ന് പോകാം കേസ്. ഓക്കെ, വീട്ടിൽ വെള്ളമില്ലായിരുന്നു വണ്ടി ചെയ്യാൻ, നേരെ വെള്ളത്തിൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. വണ്ടി ആകെ ചെളി, എന്നൊക്കെ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ അറിയായിരിക്കും. ഫുള്ള് ഇങ്ങനെ കഴുകി ഇറക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേസ്. ഓക്കെ, അപ്പോൾ ഇന്നും ഞാൻ അൾട്രാ ഗ്രാഫിക്സിൽ തന്നെയാണ് കിടക്കുന്നത് സാധനം. ആ ഫോൺ നല്ല രീതിയിൽ ഹീറ്റും ആവുന്നില്ല, ചെറിയ രീതിയിൽ ഹീറ്റും ആവുന്നില്ല, വലിയ സീനൊന്നും ഇല്ലാതെ പോകുക കേസ്. ഓക്കെ, അത് നമ്മുടെ ഫ്രീ ഫയറിലെ സ്നീക്കി എന്നുള്ള പേര് ഞാൻ ഇവിടെ അടിച്ചിട്ടുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും എഡിഷൻ നെയിമായിട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അടിക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് മീ ഓർ കമൻറ്റ് മീ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ വലിയ സാധനമൊന്നുമില്ല, നമ്മുടെ സ്റ്റാർട്ടുണ്ടല്ലോ, സ്റ്റാർട്ടിന് മുമ്പ് സ്റ്റാർട്ട് പ്ലേ എടുക്കൂലേ, പ്ലേക്ക് മുമ്പ് നമ്മുടെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഷോപ്പുണ്ട്. അതിൻ്റെ അപ്പുറത്ത് മോഡിഫൈ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിനകത്ത് പോയിട്ട് ഡെക്കല അങ്ങനെ എന്തോ സാധനമുണ്ട് ഗൈസ്. ഓക്കെ, അത് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ പോകാൻ പറ്റുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ മറ്റേ സ്റ്റിക്കർ അടിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ പോകാൻ നിങ്ങൾക്ക് പെയിൻറ്റ് പറ്റണമെന്നുണ്ടെങ്കിൽ ആ പെയിൻറ്റ് കളർ സെലക്ട് ചെയ്യുമല്ലോ ഗെയ്സ്, ആ റൗണ്ട് കളറിൽ അതിൻ്റെ മണ്ടയ്ക്ക് ഡെക്കൽ അങ്ങനെ എന്താ എഴുതിയേക്കും ഗെയ്സ്. അതിൻ്റെ മണ്ടയ്ക്ക് ഡെക്കല്ലെന്ന് എഴുതിയേക്കുക. അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഒരു ആരോ ഉണ്ട്, അതിനകത്ത് റൈറ്റ് ഞെക്കുക 1 2 പ്രാവശ്യം ഞെക്കുമ്പോൾ വെഹിക്കിൾ എന്ന് പറയുന്ന ഓപ്ഷനാവും. അപ്പോൾ നമുക്ക് കാറിൻ്റെ കളർ സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ റൗണ്ട് സെലക്ട് ചെയ്തിട്ട് പെയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പെയിൻറ്റ് വരും കേസ്. ഓക്കെ, കാറിനകത്ത്. എന്നിട്ട് അതിനകത്ത് വിൻഡോ കൊടുത്തിട്ട് ടെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസിന് എന്താക്കാം, ഞാൻ ടെക്സ്റ്റ് അടിക്കാൻ പറ്റും. പിന്നെ ആദ്യമൊക്കെ കുറച്ച് ബഗ് കാണും, അതൊക്കെ പിന്നെ സെറ്റ് ആയിക്കോളാം. അത് ഫോൺ ആയിട്ടൊരു ഒപ്റ്റിമൈസേഷൻ ടൈമാണ് ആ ഒരു ലാഗെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബഗ്ഗും ലാഗും കാര്യങ്ങളെല്ലാം. ഓക്കെ, എനിവേ എല്ലാം കൂടി വെച്ച് നോക്കുമ്പം ഗെയിം ഒരു കിടുക്കാച്ച വീഡിയോ. അതായത് ഞാൻ പറയാം ഗൈസ്, എനിക്ക് CPM, കാർ പാർക്കിംഗ്, മൾട്ടിപ്ലെയർ, കാർ സ്ട്രീറ്റ്, കാർ ഡ്രൈവിംഗ് ഓൺലൈൻ ഇതെല്ലാം കൂടി കളിച്ചിട്ട് എനിക്ക് തോന്നിയ പോരായ്മകളെല്ലാം അവർ ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്തില്ലാത്ത കുറച്ച് പോരായ്മ ഇതിനകത്തുണ്ട് ഗൈസ്. അതെനിക്ക് തോന്നുന്നു പുതിയ അപ്ഡേറ്റിൽ അവർ റെഡി ആക്കുമായിരിക്കാം. സ്റ്റിയറിങ് ഒട്ടും കൊള്ളത്തില്ല. ഓക്കെ, അത് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. അപ്പം പോരായ്മാസ് ഓക്കെ റെഡിയാക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതൊരുമയില്ല, എല്ലാത്തിനും കൊളാബാണ് കാണുള്ളത്. അപ്പം എന്തായാലും ഞാൻ വലിയ ചളിയൊന്നും വെച്ചിട്ടില്ല. ഓക്കെ, അപ്പം അടുത്ത ഒരു മൾട്ടിപ്ലെയർ വീഡിയോ ആയിരിക്കും. പിന്നെ ഡൗട്ടുള്ളവർ നോക്കിയെന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ എങ്ങനെ മൾട്ടിപ്ലെയർ കളിക്കാമെന്നും മൾട്ടിപ്ലെയർ കളിച്ച് ലാഗ് ഉണ്ടാകുന്ന എല്ലാ റിവ്യൂവും പറയുന്നതായിരിക്കും. അപ്പം എല്ലാവരും പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു കാര്യം പറയാം, നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഒരു പെട്ടി എന്ത് കിട്ടിയാലും അത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് വേറൊരു കാറിൻ്റെ ബോഡി കിട്ടും, വേറൊരു കാറിൻ്റെ ബോഡിയോ സ്കിന്നോ കാറോ എന്തായാലും കിട്ടും. എന്തായാലും നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങളിൽ ആ കാറില്ലെന്നുണ്ടെങ്കിൽ അത് ഞെക്കുക. അപ്പോൾ സെല്ലെന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്, സെല്ല് ചെയ്യുക. എനിക്ക് ഏകദേശം ഒരു 25,000 രൂപ ഒരു ബോഡി കിറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കയറി 2 ട്രിപ്പിനുള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള 3 വണ്ടി എടുക്കാൻ പറയും. അവർ അതെടുത്തിട്ട് നമ്മൾ ആദ്യത്തെ വണ്ടി വിൽക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി 1,20,000 രൂപ കാണും. പിന്നെ ആ വിറ്റ് കഴിഞ്ഞാൽ 1,20,000 രൂപ കാണും. പിന്നെ പൈസ ഇത്രയും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 1,20,000 രൂപയ്ക്കാണ് കേസ്. ഒരു മിഡ് റേഞ്ച്, ഒരു അത്യാവശ്യം നല്ലൊരു അലോയ് എടുക്കാനുള്ള മിഡ് റേഞ്ച് സാധനം 1,20,000 രൂപയാണ് കേസ്. നമ്മുടെ കേരളത്തിലെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അലോയ് ടൈപ്പ് അതിനായിപ്പെട്ടാണ് കേസ്. 1,50,000 സാധനമാണ് കേസ്. ഓക്കെ, കണ്ടാൽ പറയാം കേസ്. ഓക്കെ, റിയൽ മണി അല്ല, ആരും ഓടിക്കളയിലും എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം വേറെ സീനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേസ്. അപ്പം ഗുഡ് ബൈ കേസ്. ഓക്കെ.